ഉല്ലാസ് ബാബു, ശബരിമല ക്ലബ് മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ അവാസ്തവമാണോ? എൻ്റെ കയ്യിലുള്ള രേഖയിൽ നോക്കൂ, ഈ 3 കോടിക്ക് മുകളിൽ ഡയമണ്ട് കാറ്റഗറി വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ സൗജന്യമായി താമസിക്കുന്നതിന് അനുവാദം. മണ്ഡലപൂജ കാലയളവ് 1 ദിവസം, മകരവിളക്ക് കാലയളവ് 1 ദിവസം, വിഷുപൂജ കാലയളവ് 1 ദിവസം, ഉത്സവം 1 ദിവസം, മാസപൂജ 1 ദിവസം, പ്ലസ് 5 പ്രസാദ കിറ്റ്, അപ്പം മരവണ, 5 ഡയറി, പമ്പയിൽ കാർ പാർക്കിങ്ങിന് മുൻഗണന. ഇതൊക്കെ തെറ്റായ വാർത്തകളാണെന്നാണല്ലോ ഇടത് സഹയാത്രികൻ പറയുന്നത്. പിന്നെ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പൊതുവെ ആഗോള അയ്യപ്പ സംഗമം ആ വിഷയമാണല്ലോ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയമാണ്. ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് നമ്മൾ കേൾക്കും. ഇന്നലെയും മിനിയാന്നൊക്കെ ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 4 ഹെഡായിട്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യണം. ഒന്നെന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം, 2 എന്താണ് ഇതിനകത്ത് ധാർമ്മികത, 3 എന്താണ് ഇതിൻ്റെ ആത്മീയ വശം, 4 എന്താണ് ഇപ്പോൾ നിലവിൽ ഇന്ന് മുതൽ വന്ന നിയമപരമായ കാര്യം. എന്താണ് ഇതിനകത്തെ രാഷ്ട്രീയം? BJP സ്റ്റാൻഡ് കൃത്യമായി പറഞ്ഞുതരാം. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPIM സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ രാഷ്ട്രീയമാണ്. അയ്യപ്പനെ രാഷ്ട്രീയം കളിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അയ്യപ്പ സംഗമം നടത്തിയ ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നവോത്ഥാന മതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരാജയപ്പെട്ടുവെങ്കിലും കെട്ടാൻ ശ്രമിച്ചവരാണ്. ആർക്കെതിരെ? ഇതേ അയ്യപ്പനെതിരെ, ഇതേ ശബരിമലയ്ക്കെതിരെ, ഇതേ വിശ്വാസത്തിനെതിരെ, ഇതേ ഇവർ പറയുന്ന തത്വമസിക്കെതിരെ അവരിങ്ങനെ നവോത്ഥാന മതിൽ കെട്ടിയവരാണ്. എന്താണ് ഇവർക്ക് ഇപ്പോൾ അതിൽ മാറ്റം വന്നത്? അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളടക്കമുള്ള കാര്യങ്ങളിൽ ഇവരിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ഇവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടുംപുറങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ ഏരിയ കമ്മിറ്റി അടക്കം, ലോക്കൽ കമ്മിറ്റി അടക്കം, ബ്രാഞ്ച് അടക്കമുള്ള നേതാക്കന്മാരെ ഉള്ളിൽ കയറ്റിക്കൊണ്ട് സെക്രട്ടറിയും പ്രസിഡൻറ്റും ആക്കിക്കൊണ്ടുള്ള ആ അമ്പലം പിടുത്തം തുടങ്ങിയിട്ട് 3-4 കൊല്ലത്തോളമായി. ഇത് ഒരു ഭംഗിയായി സൈലൻ്റായിട്ട് പണി നടത്തിക്കൊണ്ട് പോയിരുന്നു. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പൂരങ്ങൾ, ആഘോഷങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ നുഴഞ്ഞു കയറിക്കൊണ്ട് ആ വിശ്വാസികളെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ സമയത്ത് വീണ്ടും ഇവർക്ക് തോന്നി, അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് വേണ്ടത്. ഇവരൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് മദനിയെയും മൗദൂദിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ആ വഴിക്ക് പോയ സമയത്ത് പൊളിറ്റിക്കൽ ഹിന്ദുവിനെ പരിപൂർണമായി ഒറ്റപ്പെടുത്തണം. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ശബരിമല കുത്തിക്കൊണ്ടുവന്ന് അത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. അതിൻ്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഇവർക്കത് മനസ്സിലാകുന്നു, ഈ വിഭാഗം എന്ന് പറയപ്പെടുന്ന വലിയ വിഭാഗം, പണ്ട് 1921 ഖിലാഫത്ത് മൂവ്മെൻ്റ് ആയിട്ടുള്ള മാപ്പിള ലഹളയുടെ ഭാഗമായിട്ട് മലബാറിൽ ഇവരെടുത്തിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൻ്റെ വലിയ ആളുകളായി ഇവർ മാറിയത്. ട്രാവൻകൂറിൽ ഇതേപോലെ തന്നെ ശബരിമല 1952 കത്തിച്ച സമയത്ത് അതിൻ്റെ പിന്നിലുണ്ടായ കോൺഗ്രസ് പാർട്ടി മാപ്പിള ലഹളയെ പിന്തുണച്ച പോലെ തന്നെ ശബരിമല കത്തിച്ച വിഭാഗക്കാരെ പിന്തുണച്ച സമയത്ത് അവിടെയും ഇവർ രക്ഷകരായി എത്തിയ സമയത്ത് ഇത്യാദി ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഹിന്ദു ബേസ് വോട്ടുകളെ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചിരുന്നു. ആ ശ്രമിച്ചത് ഇടക്കാലത്ത് വന്ന് ഇവർ ഇസ്ലാമിക രാഷ്ട്രീയത്തിലേക്ക്, അതിൻ്റെ വോട്ട് ബാങ്കിലേക്ക് ഇവർ പോകാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇവർ മറ്റ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് പോകാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇവരുടെ ബേസ് വോട്ട് പോയി എന്ന് കണ്ടപ്പോൾ വീണ്ടും ഹിന്ദു വിഭാഗത്തെ കൂട്ടുപിടിക്കുന്നതിനായി ഇവർ ശബരിമലയെ കൂട്ടുപിടിക്കുന്നു, അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നു. ചോദിച്ചോട്ടെ, രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷം മതത്തിനെതിരാണ്, ഇടതുപക്ഷം വിശ്വാസത്തിനെതിരാണ്, ഇടതുപക്ഷം ആചാരങ്ങൾക്കെതിരാണ്, ഇടതുപക്ഷം ദൈവങ്ങൾക്കെതിരാണ്, ദൈവവിശ്വാസങ്ങൾക്കെതിരാണ്, ഗണപതി മിത്താണെന്ന് പറഞ്ഞവരാണ്, ഗണപതി ഹോമത്തെ എതിർക്കുന്നവരാണ്, ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെ എതിർക്കുന്നവരാണ്, പൂജാരികളെ അടിവസ്ത്രമില്ലാതെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കലാശം കാണിക്കുന്നതാണോ കോമാളിത്തരമാണ് പൂജ എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരടങ്ങുന്ന ഇവരുടെ വിഭാഗത്തിന് ഇന്ന് അയ്യപ്പ ഭക്ത സംഗമം അല്ലെങ്കിൽ അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സംഗമം നടത്താനുണ്ടായ ചേതോവികാരം എന്താണ്? തമിഴ്നാട്ടിൽ മുരുക സംഗമം കണ്ടപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഗംഭീരമായിട്ടുള്ള വിജയം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ ഒരു പരിപാടി എടുത്തു. ഈ പരിപാടി എടുത്ത് എന്താണ്? ആദ്യം എന്താ പറഞ്ഞത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ 75ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആരാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്? പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ? ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPM സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട്, പ്ലാൻ ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ പേരിൽ ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ചോളൂ. കച്ചവട താല്പര്യം കൊണ്ടുവന്ന് കച്ചവട ഭൂമിയാക്കി അയ്യപ്പൻ്റെ
ഏറ്റവും വലിയ പൂങ്കാവനമായിട്ടുള്ള ശബരിമലയെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവടതന്ത്രം, അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൂത്രത്തിലൂടെ നടത്തുക, അതിലൂടെ ജനങ്ങളെ പറ്റിക്കുക. പിന്നെ ഇവർ പറയുന്നു 3000 പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ അതിൻ്റെ ക്രൈറ്റീരിയ? ശ്രീ അനിൽ നമ്പ്യാർ, ലക്ഷോപലക്ഷം ജനങ്ങൾ പിണറായി വിജയനൊന്നും കണ്ടിട്ടല്ലല്ലോ, അയ്യപ്പനെ കണ്ട് ശബരിമലയിൽ എല്ലാ വർഷവും തിരിച്ചു പോകും, വന്ന് തൊഴുത് തിരിച്ചു പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇരുമേലിയിലും പമ്പയിലും ലാഹയിലും മാലയൂരിയിട്ട് ഇവർക്ക് കയറാൻ പറ്റാത്ത, ഇവരുടെ കൂത്തഴിഞ്ഞ ഭരണ സംവിധാനം കാരണം കയറാൻ പറ്റാതെ നിരവധി ആളുകൾ തിരിച്ചുപോയി. ആ അയ്യപ്പന്മാരൊക്കെ ഇവിടെ വന്ന് തൊഴുത് തിരിച്ചു പോയത് ഇവരെ കണ്ടിട്ടാ. അതിൽ നിന്ന് 3000 പേരെ യഥാർത്ഥ വിശ്വാസികൾ അവർ എവിടെ നിന്ന് തെരഞ്ഞെടുത്തു? ഇപ്പോൾ അവർ പറഞ്ഞു മതേതരത്വത്തിൻ്റെ ഒരു ആൾരൂപമായി കാണുന്നു. എങ്ങനെയാണിത് മതേതരത്വത്തിൻ്റെ ആൾരൂപമാകുക? ഇന്നും അവിടെ ഹിന്ദു ആചാരപ്രകാരം, ഹിന്ദു വിശ്വാസപ്രകാരം പൂജാവിധികൾ കൃത്യമായി നടക്കുകയല്ലേ? ഗണപതി ഹോമം ആയിക്കോട്ടെ, അതിനുശേഷമുള്ള ഓരോ പൂജകളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത്? ഹിന്ദു ആചാരപ്രകാരം തന്നെയല്ലേ? മതേതരത്വം എന്ന് പറയപ്പെടുന്ന ഒരു വിശാല കാഴ്ചപ്പാടിൻ്റെ എല്ലാ മതസ്ഥർക്കും അവിടെ കയറാം എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും മറ്റ് ഒരു ടൂറിസ്റ്റ് സംവിധാനം പോലെ ഇതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അവനവൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് നടത്തി നാളെ ആ ഒരു പരിശുദ്ധമായിട്ടുള്ള സംവിധാനത്തെ തകർക്കുക എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ എഴുതപ്പെട്ട അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് BJPയും ഇതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളും ഇതിനെ അംഗീകരിക്കുന്നത്. ക്രിസ്ത്യൻ വിശ്വാസമായിക്കോട്ടെ, മുസ്ലിം വിശ്വാസമായിക്കോട്ടെ, ഹൈന്ദവ വിശ്വാസമായിക്കോട്ടെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവരവരുടെ മതങ്ങൾക്കുണ്ടെങ്കിൽ ആ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടവർക്ക് വിശ്വസിക്കേണ്ട. പക്ഷേ വിശ്വസിക്കുന്നവരെ, ഹിന്ദു വിഭാഗത്തിൻ്റെ ആചാരങ്ങൾ വിശ്വസിക്കുന്നവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഊഞ്ഞാലാടി അതിൻ്റെ മുകളിൽ കയറി ഒന്ന് ചവിട്ടി നോക്കാമെന്ന് കരുതിയാൽ പരിപൂർണമായിട്ട് എതിർപ്പാണ്. ഇതേ അയ്യപ്പം ഭക്തിയുടെ പേരിൽ നാമജപ ഘോഷയാത്രയ്ക്ക് നേരെ പോലീസ് ലാത്തി വീശിയത് ആരുടെ പോലീസാണ്? ഇടതുപക്ഷത്തിൻ്റെ പോലീസല്ലേ. ജയിലിലടച്ചത് ആരുടെ പോലീസാണ്? ഇടതുപക്ഷത്തിൻ്റെ പോലീസല്ലേ. 2200ഓളം കേസെടുത്തില്ലേ? 4000 ചില്ലുവാനം ആളുകൾ അറസ്റ്റ് ചെയ്തില്ലേ? ആരുടെ പോലീസാണ്? ഇതേ CPM സർക്കാരിൻ്റെ പോലീസല്ലേ. അന്ന് ഈ അയ്യപ്പ സ്വാമിയോട് ഇവർക്ക് ഈ നീതി ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ശബരിമല തീർത്ഥാടനത്തോട് ഇവർക്ക് നീതി ഉണ്ടായിരുന്നില്ലല്ലോ. അവിടുത്തെ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് ഇവർ ഇന്നും കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അവിടെ നിലനിൽക്കുകയല്ലേ. ഇവരുടെ തീരുമാനം അവിടെ നിലനിൽക്കുകയല്ലേ. ആ തീരുമാനം മാറ്റാൻ ഇവർ ആദ്യം തീരുമാനമെടുത്തോ? അത് സംസാരിച്ചു. രണ്ട് പറഞ്ഞു വികസനമാണ് ചർച്ച. ഞാൻ ചോദിച്ചോട്ടെ അനിൽ നമ്പ്യാരെ, കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ക്യാബിനറ്റ് ഉള്ള സ്ഥലത്ത്, മന്ത്രിയുള്ള സ്ഥലത്ത്, ദേവസ്വം മന്ത്രിയുള്ളപ്പോൾ, ദേവസ്വം ബോർഡുള്ള സമയത്ത് 3000 പേരെ വിളിച്ച് പന്തല് കെട്ടി പൊതുസമ്മേളനം നടത്തിയിട്ടാണോ ഈ ക്ഷേത്രം എങ്ങനെ വികസിപ്പിക്കണം, ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വികസിപ്പിക്കണമെന്ന് വികസനം ഇവിടെ ചർച്ച ചെയ്യാറ്? കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ 21 മരവാഴകൾ എന്തിനാണ് കേരളത്തിൽ ഇരിക്കുന്നത്? മന്ത്രിമാരാണെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാണ് ഇരിക്കുന്നത്? ദേവസ്വം ബോർഡ് എന്തിനാണ് ഇരിക്കുന്നത്? അതിൻ്റെ എക്സ്പെർട്ടുകൾ എന്തിനാണ് ഇരിക്കുന്നത്? അതിൻ്റെ ടാലൻ്റുള്ള മറ്റാളുകൾ എന്താണ് ഇരിക്കുന്നത്? ഇവർ പൊതുസമ്മേളനം വിളിച്ച് പ്രസംഗിച്ചിട്ടാണോ ഇവിടുത്തെ വികസനം നടക്കാറുള്ളത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു വികസനം നടത്തിയ ചരിത്രമൊന്ന് നിങ്ങൾ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ വിശ്വാസികളെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പിന്നിൽ അജണ്ടയുണ്ട്, അതിൻ്റെ പിന്നിൽ കച്ചവടമുണ്ട്, കച്ചവട കേന്ദ്രമാക്കാനുള്ള തന്ത്രമുണ്ട്. അതിനുവേണ്ടി കാണിക്കുന്ന ഒരു തട്ടിപ്പ് മാത്രമായിട്ടാണ് ഈ പരിപാടി. രാഷ്ട്രീയ അജണ്ടയുടെ തട്ടിപ്പായിട്ടാണ് ഇതിൻ്റെ ഇരട്ടത്താപ്പ് നയം കൃത്യമായി BJP പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ ഇവർ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയങ്ങളും ഞാൻ ചോദിക്കട്ടെ, പമ്പയിൽ ഇവർ ഈ സമ്മേളനം നടത്തി 3000 പേരെ ഇവർ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അനിൽ നമ്പ്യാരെ കൃത്യമായി മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും വ്യക്തി എന്ന രീതിയിലും അയ്യപ്പ വിശ്വാസി എന്ന രീതിയിലും നിങ്ങൾ അവിടെ പോകുന്ന ആളല്ലേ. 21 വർഷം കെട്ട് നിറച്ച് പോയ ആളാണ് ഞാൻ ചോദിച്ചോട്ടെ, ഈ 3000 പേർക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ ഒരു സൗകര്യം ഞങ്ങൾ പണി കഴിപ്പിച്ചതാണെന്ന് പറയാൻ 9.5 കൊല്ലം ഭരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇപ്പോഴും വാടകയ്ക്ക് കാശ് കൊടുത്ത് ഈ ടൈലിട്ട് കൊണ്ടുവരണ്ടേ അവിടെ? എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, തോട്, പാലം, വെള്ളം, വെളിച്ചം, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ കാലം ഇത്രയായിട്ട് കഴിവും പ്രാപ്തിയും നട്ടല്ലുമുള്ള ഒരുത്തൻ ദേവസ്വം മന്ത്രിയായി ഇത്ര കാലം ഉണ്ടാവാതിരുന്നത്? അല്ലെങ്കിൽ ഇരുന്നവർക്ക് അതിന് കഴിവുണ്ടാകാതെ വന്നത്? തീർത്ഥം നിലത്ത് ഒഴിച്ച് വീഴ്ത്തി അതിനോട് അപമര്യാദ കാണിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ. ആ വിഭാഗത്തിന് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ വികസിപ്പിക്കാൻ ഇവർക്ക് കാഴ്ചപ്പാടില്ലാഞ്ഞത്? ഇനി 3000 പേരെ പന്തല് കെട്ടി വിളിച്ച് മൈക്കിൽ പ്രസംഗിച്ചിട്ട് അവരുടെ സജഷൻസിൽ കിട്ടിയിട്ട് വേണോ ഇതേപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ? റോഡുണ്ടാക്കാൻ, തോടുണ്ടാക്കാൻ, പാലം ഉണ്ടാക്കാൻ, വെള്ളം ഉണ്ടാക്കാൻ, വെളിച്ചം ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ കൃത്യമായി തട്ടിപ്പുണ്ട്. ഇനി നിയമപരമായ ഒരു വിഷയം. എന്താ നിയമപരമായിട്ട് ഇന്ന് കോടതിയിൽ പറഞ്ഞത്? ഇവരുടെ ദേവസ്വം ബോർഡ് വക്കീലിനോ ഗവൺമെൻറ് പ്ലീഡർക്കോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന്, അവർക്കിതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. കോടതി കൃത്യമായി ചോദിക്കുന്നുണ്ട്, അതിനകത്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് തീരുമാനം? പമ്പയിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ശബരിമലയുടെ ദൈവികമായ കാര്യങ്ങളല്ലാതെ പൊതുസമ്മേളനം നടത്താൻ സാധ്യമാകില്ല. എന്താണ് നിങ്ങളുടെ കാര്യം? അവസാനം എന്താണ് പറഞ്ഞത്? ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പഠിച്ചതിന് ശേഷം എഴുതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് വക്കീലിന് നാവിൽ നിന്ന് അത് കൃത്യമായി
കൃത്യമായി ഇന്ന കാര്യങ്ങളെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ പറ്റാഞ്ഞത്? പിന്നെ ഇവർ എഴുതി കൊടുത്താണ് തത്വമസി. അത് ലോകമെമ്പാടും ഇവർ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അത്രേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആധ്യാത്മികമായി അതിൻ്റെ വശം ഒന്ന് പറയാം. 12 കൊല്ലം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നല്ല ഇവർ പറഞ്ഞത്. 12 കൊല്ലം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരിച്ചെത്തി ശ്വേതകേതു എന്ന് പറയപ്പെടുന്ന മകൻ 12 കൊല്ലം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആരുണി മഹർഷി അച്ഛൻ ചോദിച്ചു, മകനെ നീ എല്ലാം പഠിച്ചോ? അവൻ പറഞ്ഞ എന്താ വെച്ചാൽ വേദങ്ങളും വേദാംഗങ്ങളും മാത്രമല്ല, ലോകത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചച്ച അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. ആരുണി മഹർഷിക്ക് വിഷമമായി, എൻ്റെ മകന് അഹങ്കാരമാണല്ലോ പഠിച്ചേ, നീ കൃത്യമായി ജ്ഞാനം നേടിയോ എന്ന് ചോദിച്ചു. അപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ എല്ലാം പഠിച്ചു, ഇനി ഒന്നും പഠിക്കാനില്ല. ആ സമയത്ത് മകനെ അടുത്തിരുത്തിക്കൊണ്ട് ചാന്തോഗ്യോപനിഷത്തിലെ ഒരു വാക്ക് അദ്ദേഹം ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു മകനെ. എന്താണെന്നറിയാമോ? തത്വമസി എന്ന്. ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ച 4 മഹാവാക്യങ്ങളുണ്ട്. 1 തത്വമസി, 2 അഹം ബ്രഹ്മാസ്മി, 3 പ്രജ്ഞാന ബ്രഹ്മ, 4 അയമാത്മാ ബ്രഹ്മ. ഇങ്ങനെ 4 കാര്യങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ ഭാരതം വെച്ചിട്ടുണ്ട്. ഇത് വരുന്നിട്ട് ഇതിൻ്റെ പ്രചരിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയും തത്വമസിയുമായിട്ടുള്ള ബന്ധം ഇടതുപക്ഷത്തിൽ ഒരു സഖാവിന് പറയാൻ സാധിക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, മാലയിട്ട് വ്രതമെടുത്ത് നെയ്യ് തേങ്ങ നിറച്ച് കെട്ടുകെട്ടി ശബരിമല പോയി എരുമേലി തൊഴുത് പമ്പയിൽ മുങ്ങി പമ്പ ഗണപതിയെ തൊഴുത് മുകളിലേക്ക് കയറി മല കയറി കഴിഞ്ഞാൽ അവിടെ 18 പടികളുണ്ട് ഇല്ലേ? ആ 18 പടികളിൽ നമ്മളെന്താ പറയുക? ആത്മ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള 18 പടികൾ. ആ 18 പടികളിൽ 5 പടികൾ എന്താണ്? 5 പടികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് 5 പടികളെ കാണുന്നത്. ആ പടികളെ മറികടന്നാൽ 8 പടികളുണ്ട്. 8 പടികൾ എന്താ? അഷ്ടരാഗങ്ങൾ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മാദ്യം, മത്സര്യം, ഈർഷ, അസൂയ. ഈ കാര്യങ്ങൾ 5ഉം കഴിഞ്ഞ് 8ഉം മറികടന്നതിന് ശേഷം പിന്നെ 3 ഇതുണ്ട്. 3 പടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സത്വരജ തമോ ഗുണങ്ങൾ മറികടന്നു കഴിഞ്ഞാൽ വിദ്യയും അവിദ്യയും മറികടന്നു കഴിഞ്ഞതിന് ശേഷമാണ് എന്താണുള്ളത്? അപ്പുറത്തേക്ക് കയറി ചെന്നാൽ തത്വമസി. ഇതിനൊക്കെ മറികടന്ന് 18 പടിയും കടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നീ കടന്നു വന്ന കാശ് നീയാകുന്നു എന്ന് പറഞ്ഞ് സ്ഥലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവന് തിരിച്ചറിവുണ്ടാകുന്നതും ജ്ഞാനമുണ്ടാകുന്നതും. സമത്വത്തിൻ്റെ തത്വമെന്നാണ് അതിനെ പറയുക. ആ സമത്വത്തിൻ്റെ തത്വമായിട്ടുള്ള തത്വമസിയെ 18 പടികൾ 3ഉം 5ഉം 8ഉം പടികൾ കടന്ന് കൃത്യമായി അല്ലെങ്കിൽ 2 അവസാനമായിട്ടുള്ള വിദ്യയും അവിദ്യയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ജ്ഞാനം നേടുമ്പോഴാണ് അത് നീയാകുന്നു എന്ന ജ്ഞാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുക. ഇതിൽ എന്തെങ്കിലും ഒരു പൂട്ടും പിണ്ണാക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരുത്തിനും അറിയുമെന്ന് അനിൽ നമ്പ്യാരിന് തോന്നുന്നുണ്ടോ? എന്നിട്ട് അയ്യപ്പനെക്കുറിച്ച്, തത്വമസിയെക്കുറിച്ച്, 18 പടികളെക്കുറിച്ച്, അതിൻ്റെ വാല്യൂവിനെക്കുറിച്ച് ലോകം മുഴുവൻ പറഞ്ഞു നടക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ KSRTC ബസ്സിന് 10 ഉറുപ്പ്യ കൂട്ടിയിട്ടും 20 ഉറുപ്പ്യ കൂട്ടിയിട്ടും അയ്യപ്പ ഭക്തന്മാരോ 9.5 കൊല്ലം പിഴിഞ്ഞവന്മാരാണ് ഈ വർത്തമാനം ഇപ്പോഴും ഇതിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്നത്. സ്വന്തം സർക്കാരിൻ്റെ ബസ്സിൽ കയറിയിട്ട് ഈ പമ്പയിലേക്ക് നിലയ്ക്കൽ നിന്ന് പോകുമ്പോൾ ഇരട്ടി കൂലി മേടിക്കുന്നവരാണ് അവർ. മലമൂത്ര വിസർജനം നടത്തുന്നതിന് ടോക്കൺ മേടിച്ച് കാശ് മേടിക്കുന്നവരാണ് അവർ. അവിടെ സൈഡിൽ അന്നദാനം നടത്തിയിരുന്ന സന്നദ്ധ സംഘടനകളെ വിരോധിച്ചുകൊണ്ട് കച്ചവട താല്പര്യാർത്ഥം അയ്യപ്പ വിശ്വാസികളല്ലാത്ത ചില വിഭാഗങ്ങളെ കൊണ്ടുവന്ന് കച്ചവടത്തിനു വേണ്ടി അവർ വിട്ടുകൊടുത്തവരാണ് ഇവർ. മലയറയ സമുദായത്തെ പന്തളം കൊട്ടാരവും ഹിന്ദു സമൂഹവും അതുപോലെ തന്നെ എല്ലാ ആളുകളും അംഗീകരിച്ച് അയ്യപ്പൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഉൾക്കൊള്ളിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും തയ്യാറാവാത്ത സർക്കാരാണ് അവർ എന്താണ് ഇവർ കാണിക്കുന്നത്? അത്രയും നീതികേട് ശബരിമലയോടും ക്ഷേത്രങ്ങളോടും ക്ഷേത്രാചാരങ്ങളോടും ക്ഷേത്ര വിശ്വാസങ്ങളോടും കാണിച്ച ഇവർ ഇന്ന് അയ്യപ്പ സ്നേഹവും പറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ ആ വരുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ തട്ടിപ്പ്, കൃത്യമായ വെട്ടിപ്പ്, കൃത്യമായ കച്ചവടം, കൃത്യമായിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇത്യാദി കാര്യങ്ങൾ പുറകിലുണ്ട് എന്ന് ബോധ്യപ്പെടാൻ അരിയാഹാരം കഴിക്കുന്ന മലയാളികളായിട്ടുള്ള കൃത്യരായിട്ടുള്ള ശബരിമല വിശ്വാസികൾക്ക് സാധ്യമാകും. പിന്നെ ഒരു മാറ്റം ശബരിമലയിൽ വരണമെന്നുണ്ടെങ്കിൽ, മാറ്റങ്ങളെ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവരല്ലല്ലോ, വിശ്വാസമില്ലാത്തവരല്ലോ തീരുമാനിക്കുക. ഗുരുവായൂരിൽ ചുരിദാറിട്ട് കയറാൻ പാടില്ലായിരുന്നു. പിന്നീട് അവിടെ ചില മാറ്റങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇരുന്ന് അത് തീരുമാനിക്കേണ്ട സഭയിരുന്ന് തീരുമാനമെടുത്തതിന് ശേഷം അത് അംഗീകരിച്ചല്ലോ. ഇപ്പോൾ ചുരിദാറിട്ട് കയറാമല്ലോ. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും ഹിന്ദു വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്ര ശൈലികളിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവർ ഇരിക്കും, അതിനു വേണ്ട മാറ്റങ്ങൾ കൃത്യമായി പഠിക്കും.
തീരുമാനിച്ചതിന് ശേഷം ദേവപ്രശ്നം വെച്ചതിന് ശേഷം ദേവഹിതം നോക്കും, ഹിതം നോക്കിയതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. അല്ലാണ്ട് വിശ്വാസമില്ലാത്ത അയ്യപ്പൻ എന്താ, സുബ്രഹ്മണ്യൻ എന്താ, ഗണപതി എന്താ, ഭഗവതി എന്താ, ദേവി എന്താണെന്നും അറിയാത്ത ഇവരാണോ അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പോകുന്നത്? ഇവർക്കാണോ അതിനുള്ള യോഗ്യത? CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഇവരുടെ ധാരണ എന്താണ്? അയ്യപ്പൻ്റെ അവിടെ ശ്രീലകത്ത് കയറിയിരുന്ന ഇങ്കുലാബ് ചിന്താബ എന്ന് വിളിക്കലാണോ തിരുമേനിമാരെന്ന് വേണോ ഇവർ കരുതിയത്? അല്ലല്ലോ. അഖില ഭുവനദീപം ഭക്തരക്ഷാബ്ജസൂരം സുരമുനി സൈവ്യം തത്വമസ്യാദിലക്ഷം ഹരിഹര സുതനീശം താരക ബ്രഹ്മരൂപം ശബരിഗിരി നിവാസം ഭാവയാൽ ഭൂതനാഥം എന്ന മന്ത്രം ചൊല്ലി നമ്മളൊക്കെ ആത്മാർത്ഥമായി ശരണം വിളിച്ച് അങ്ങോട്ട് പോകുന്നതേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തിയും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ്. ഇവരുടെമാർ ഇങ്കുലാബ് ചിന്താബ, മതം നശിക്കട്ടെ, വിശ്വാസം നശിക്കട്ടെ, എല്ലാം തകർത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കട്ടെ എന്ന് വിളിക്കുന്ന നാണം കെട്ട രാഷ്ട്രീയ നിലപാടുമായിട്ട് ഇപ്പൊ വിശ്വാസികളുടെ കൂടെ നടക്കുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം വിശ്വാസങ്ങളെ സംരക്ഷിച്ച് ആചാരങ്ങളെ ബഹുമാനിച്ച് ഈ നാട്ടിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും അതിൽ അംഗീകരിക്കുന്ന വിശ്വാസികളും വേണമെന്ന് വിശ്വസിക്കുന്നതും അതിനെതിർക്കുന്നവരുമായിക്കോട്ടെ, അതൊക്കെ അവരുടെ താല്പര്യം ഉണ്ടാകണമെന്ന് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകണമെന്നുള്ള വിശാല കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJP പറയുന്നു. താട്ടിപ്പും വെട്ടിപ്പുമായിട്ട് അതിന് മുമ്പിൽ അയ്യപ്പനെ കൊണ്ടിരുത്തിയാൽ പോയി പണി നോക്കാൻ പറയാനും അതിനെ കൃത്യമായി അതിനെ പ്രതികരിക്കാനും അതിനെ എവിടെ പ്രതിരോധിക്കണമെന്നും ബോധ്യമുള്ള പാർട്ടിയാണ്. 100% അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൃത്യമായി ഞങ്ങൾ വിളിച്ചു പറയും.